താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കൊലക്കേസിലെ പ്രതികൾ SSLC പരീക്ഷ എഴുതി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ നിന്ന് തന്നെ പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുകയായിരുന്നു. ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിൽ രാവിലെ മുതൽ പ്രതിഷേധ പരമ്പരയാണ് അരങ്ങേറിയത്. KSU, MSF, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷഹബാസിന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. വിശദാംശങ്ങളുമായി CJ അനുമോദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനുമോദ്, ഈ ഷഹബാസിനെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് SSLC പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് പല രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളടക്കം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ. അതിനെതിരെ വലിയ പ്രതിഷേധവുമാണല്ലോ അരങ്ങേറിയത്. അത് ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് SSLC പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്? ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് അവസാനിച്ചോ? ടോം, ഇന്ന് SSLC പരീക്ഷ എഴുതുമ്പോൾ താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ ഒരു അസാന്നിധ്യമാണ് ഈ ഒരു മേഖലയെ മുഴുവൻ ഈ ഒരു ദിവസം വല്ലാതെ ദുഃഖത്തിലാക്കിയത്. പ്രത്യേകിച്ച് താമരശ്ശേരി ആ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് നാട്ടുകാർക്കൊക്കെ. അവരെ സംബന്ധിച്ച് ഷഹബാസിനെ കൊന്നവർക്ക്, ഇല്ലാതാവാൻ കാരണക്കാരായവർക്ക് പോലീസിന്റെ സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇത് നീതിയല്ല എന്ന ഒരു മനസാക്ഷിയുടെ സമീപനമാണ് മിക്കവർക്കും ഉള്ളത്. നമുക്കറിയാം, നീതി വേറെ, നിയമം വേറെ. ഷഹബാസിന്റെ കൊലക്കേസിൽ പിടിയിലായവർ, അവര് കുറ്റാരോപിതരാണ്. അവരിപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം കോടതി അനുശാസിച്ച വിധം ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിലാണുള്ളത്. അവർക്ക് പരീക്ഷ എഴുതുക എന്നുള്ളത് നിയമത്തിൽ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് സർക്കാർ സംവിധാനങ്ങൾക്ക് അത് അനുവദിക്കേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ടുള്ളത് നമ്മൾ പറയുന്ന അത് വൈകാരികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഷഹബാസിന്റെ ഓർമ്മകൾ മരിക്കാതെ 2 ദിവസം മുമ്പ് മാത്രം നമ്മളെ വിട്ടുപോയ ഷഹബാസിന്റെ ഓർമ്മയിൽ ആ നാട് മുഴുവൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് കാരണക്കാരായവർ പോലീസ് സംരക്ഷണയിൽ പരീക്ഷ എഴുതുന്നു. സ്വാഭാവികമായിട്ടും അതിൽ വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹ മനസാക്ഷിയിൽ നിന്ന് ഉയരുന്നതാണ്. നമ്മൾ ആ രീതിയിൽ കാണണം. ഇതുപോലെ രാവിലെ നമ്മളിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സ്ഥാനത്തിന് മുമ്പിലാണ്. ഇവിടെ രാവിലെ 6 മുതൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയതാണ്. രാവിലെ 6 KSUകാർ വന്നു, പിന്നാലെ MSFകാർ വന്നു, യൂത്ത് കോൺഗ്രസ്സുകാർ. ഇവിടെയെല്ലാം പോലീസ് ആയതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തൊരു മതിൽ പൊളിഞ്ഞ ഭാഗമുണ്ട്. അതുവഴി യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിന് പിന്നാലെ MSFകാർ ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. പലപ്പോഴും 11 മണിവരെ പല ഘട്ടങ്ങളിലായിട്ട് പ്രതിഷേധ പരമ്പരകൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പരീക്ഷ നടക്കുന്ന ഇവർ പരീക്ഷ എഴുതാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്തി അതിനെ തടയുക എന്ന തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പോലീസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് അവരെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ പ്രതിഷേധങ്ങൾ ഇതൊന്നും ആയിരിക്കുമായിരിക്കില്ല ഒരുപക്ഷെ താമരശ്ശേരിയിലാണ് ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നെങ്കിൽ. അപ്പോൾ വലിയൊരു ക്രമസമാധാന പ്രശ്നം തന്നെ ഉണ്ടായേനെ. അത് ഈ ഒരു പ്രതിഷേധങ്ങളുടെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അവരെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. കോഴിക്കോട് തന്നെ പരീക്ഷ എഴുതിക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറയുന്നു. തുടർന്ന് NGO ക്വാർട്ടേഴ്സിൽ അവിടെ പരീക്ഷ നല്ല സൗകര്യം ഒരുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ ഏത് തരത്തിലും വൈകാരികമായൊരു ദിവസം ഷഹബാസിന്റെ മാതാപിതാക്കളും സ്വപ്നം കണ്ടതല്ലേ? ഷഹബാസും SSLC പരീക്ഷ എഴുതി ഉന്നത നിലയിലെത്തുന്നതൊക്കെ സ്വപ്നം കണ്ട മറ്റൊരു മാതാപിതാക്കളുണ്ട് ഈ സമൂഹത്തിൽ. അവരും ഈ താമരശ്ശേരിയിലുണ്ട്. അവരുടെ കണ്ണീരിപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതേ സാഹചര്യത്തിലാണ് ഈ കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാഹചര്യം ഒരുക്കുന്നത്. നമ്മൾ കോട്ടയത്തെ റാഗിംഗ് കേസ് എടുത്ത് പരിശോധിച്ചാൽ ആ റാഗിംഗ് കേസിലെ പ്രതികളുടെ തുടർ പഠനം പോലും വിലക്കിയതായി സർക്കാർ അറിയിച്ചതാണ്. അതിനും ഗുരുതരമായിട്ടുള്ളൊരു കേസ്, അതായത് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ സാഹചര്യം ഒരുക്കുന്നു. ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നല്ലേ പൊതുസമൂഹം ചോദിക്കുന്നത്? അനുമോദ്,
തീർച്ചയായിട്ടും ടോം വളരെ പ്രസക്തമായ ചോദ്യമാണ് ടോം ചോദിച്ചത്. നമ്മുടെ എല്ലാ ഉള്ളിൽ തോന്നുന്ന ഒരു ചോദ്യവുമാണത്. പക്ഷേ നിയമം വേറെ നീതി വേറെ, രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. നിയമത്തിൽ പറയുന്നത് അനുശാസിക്കുന്നത് അത് നടപ്പിലാക്കാൻ ന്യായാധിപൻ പറയുന്നത് അനുസരിക്കുവാൻ ഇത് നടപ്പാക്കുവാൻ ബാധ്യസ്ഥരാണ് പോലീസും മറ്റ് സംവിധാനങ്ങളും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ടെന്ന ആ ഒരു ആക്ടിന്റെ പിൻബലത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോൾ വൈകാരികമായിട്ട് ഏറെ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അതെല്ലാം ശരിയാണ്. ഇവരെ ഇന്ന് എഴുതിച്ചില്ലെങ്കിലും സംഭവിക്കുകയില്ല. വേണമെങ്കിൽ സേ എക്സാം എഴുതിക്കാം. അല്ലെങ്കിൽ ഒരു സാധാരണ ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായവരാണെങ്കിൽ ഈ സമയം റിമാൻഡിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഇതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ നിലവിലെ സംവിധാനത്തിൽ, നിലവിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് എന്ന് ഒരു സംവിധാനം പറയുകയാണെങ്കിൽ, കോടതിയോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയുക എന്നത് എളുപ്പമല്ല, പ്രായോഗികമല്ല. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് വൈകാരികമായിട്ട് ഈ വിഷയങ്ങളിൽ സമീപിക്കുമ്പോൾ സാധാരണക്കാർക്കെല്ലാം തന്നെ തോന്നുന്ന കാര്യം തന്നെയാണ് നമ്മളൊക്കെ പങ്കുവെക്കുന്നത്. ഇന്നിവിടെ ഈ ഷഹബാസിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരാണ് ഷഹബാസിന്റെ പേരിൽ ഇവിടെ വന്ന് പോലീസിനോട് മല്ലുപിടിച്ച് ഈ പ്രതിഷേധം രേഖപ്പെടുത്തി മടങ്ങിപ്പോയത്. അവരൊക്കെ കാണിച്ചത് സമൂഹ മനസാക്ഷിയുടെ ഒരു പ്രതിഫലനമാണ്. അത് നമുക്കൊന്നും കണ്ടില്ല എന്നടിക്കാൻ കഴിയുകയില്ല. പക്ഷെ നിലവിലെ നിയമ സംവിധാനങ്ങൾ പ്രകാരം ഇത് ഇങ്ങനെ നടക്കൂ എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങളാകാം ഈ നിയമങ്ങളിലും അതേപോലെ ഇതിന്റെ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന രീതികളിലൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു കാരണമാകുന്നത്. ഇപ്പോൾ നിർഭയയുടെ മരണമാണ്, ഡൽഹിയിൽ സംഭവിച്ച നിർഭയയുടെ മരണമാണ് ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റത്തിൽ പ്രായപരിധിയുടെ ആ ആനുകൂല്യം കളയുന്നതിലേക്കുള്ള നിയമം കൊണ്ടുവരാനുള്ള വഴിയൊരുക്കിയത്. സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഈ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രായത്തിന്റെ ആനുകൂല്യം വെച്ച് മാത്രം വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പോലും രക്ഷപ്പെട്ടു പോകുന്ന അവരെ മറ്റുള്ളവർ ഉപകരണങ്ങളാക്കുന്ന സാഹചര്യം, അതായത് പ്രായപൂർത്തിയാവാത്തവരെ കുറ്റകൃത്യങ്ങൾക്ക് കാര്യമുണ്ടായിരുന്നു. കൂട്ടം ചേർന്ന് ആക്രമിച്ച കേസുണ്ടാകില്ല, പ്രായത്തിന്റെ ആനുകൂല്യം ലഭിക്കും, SLC പരീക്ഷയായതിനാൽ തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ കൊലയാളികൾ നേരത്തെ ചർച്ച നടത്തിയതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഈ കേസിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളും ഉണ്ടാകുന്നത്. അതായത് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് പ്രായപൂർത്തിയായില്ല എന്ന പരിഗണന, അവർ SLC പരീക്ഷയാണെന്ന പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കിയ നിർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ. അത് ഒരുപക്ഷെ അനുമതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമത്തിന്റെ ആനുകൂല്യം തന്നെയാണ്. ഈ പ്രതികൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ഇതുപോലുള്ള വീണ്ടും പൊതുസമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് അവസരം ഇനി ഉണ്ടാകണോ വേണ്ട. കാരണം അവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. അവർ കൊടും കുറ്റവാളികൾ തന്നെയാണ്. പ്രായത്തിന്റെ പരിഗണന ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്ത ആ കുറ്റകൃത്യത്തെ ഒരു കാരണവശാലും അത് അതിന്റെ ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നത്.